മകളെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻസ് വരയ്ക്കാനുള്ള ചോദ്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നു. ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ഒരു ഇൻസർക്കിൾ വരയ്ക്കാനായിരിക്കും. ഇൻസർക്കിൾ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പേര് പറയും? അന്തർവൃത്തം എന്ന് പറയും. എന്താണ് അന്തർവൃത്തം? അന്തർവൃത്തം. എങ്ങനെയാണ് ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാവോ? വളരെ സിമ്പിൾ. ഒരു ത്രികോണം ഉണ്ടാവും, ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഇൻസൈഡ് അന്തറിൽ വൃത്തം ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളോട് ഡ്രോ ആൻ ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം വരയ്ക്കുക എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണം വരച്ച് ത്രികോണത്തിന്റെ വശങ്ങളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക. ഒരു ട്രയാങ്കിൾ വരച്ച് ട്രയാങ്കിളിന്റെ സൈഡിലൂടെ സൈഡുകളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക എന്ന് ചോദിക്കും. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒന്നെങ്കിൽ ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം വരയ്ക്കുക എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ത്രികോണം വരച്ച് ത്രികോണത്തിന്റെ സൈഡുകളിലൂടെ അല്ലെങ്കിൽ വശങ്ങളിലൂടെ കടന്നു പോകുന്നത്. നോക്കി, എല്ലാ വശത്തിലും അല്ലേ ടച്ച് ചെയ്തേക്കുന്ന? കോർണറിലാണോ? വെർട്ടെക്സിലാണോ? മൂലയിലാണോ? അല്ല. എവിടെയാണ്? എല്ലാ വശങ്ങളിലൂടെയും കടന്നു പോകുന്ന സൈഡുകളിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക. ഇങ്ങനെ ചോദിക്കാം. കേട്ടല്ലോ. ഇനി അന്തർവൃത്തം വരയ്ക്കാൻ അല്ലെങ്കിൽ ഇൻസർക്കിൾ വരയ്ക്കാൻ രണ്ട് ടൈപ്പിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് റേഡിയസ്, നമ്മുടെ റേഡിയസ് ഇല്ലേ, അല്ലെങ്കിൽ ആരം. ആരുടെ റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്? ഇവിടെ വരയ്ക്കുന്ന ഈ സർക്കിളില്ലേ വൃത്തം, ഇതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നിട്ടുണ്ടാവില്ല. റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നിട്ടുണ്ടാവില്ല. കേട്ടല്ലോ. ഇതാണ് രണ്ട് ടൈപ്പ്. അപ്പോൾ ആരം തന്നിട്ടുള്ളത് ഒരു രീതിയിലാണ് ചെയ്യുന്നത്, ആരം റേഡിയസ് അല്ലെങ്കിൽ തരാത്ത ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് നോക്കാം. വളരെ സിമ്പിൾ. നോക്കിയേ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി വിത്ത് ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. നോക്കിയേ, ഒരു ട്രയാങ്കിൾ വരച്ച് ട്രയാങ്കിളിന്റെ അകത്തൊരു സർക്കിൾ വരയ്ക്കണം വിത്ത് ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ആ ട്രയാങ്കിളിന്റെ സൈഡ് സർക്കിളിൽ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് വരയ്ക്കണം? ഇൻസർക്കിൾ വരയ്ക്കണം. ഇൻസർക്കിൾ വരയ്ക്കണം എന്ന് മനസ്സിലായല്ലോ. സൈഡ് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസർക്കിൾ ആണെന്ന് ഓർത്തോളണം. നോക്ക്, 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന വശങ്ങളെല്ലാം വൃത്തത്തിൽ ടച്ച് ചെയ്യണം. കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക. അപ്പൊ ശ്രദ്ധിച്ചോ, വരയ്ക്കേണ്ടത് എന്ത് സാധനമാണെന്ന് നോക്കിയേ. ഒരു ത്രികോണമുണ്ട്, ആ ത്രികോണത്തിന്റെ ആംഗിളുകൾ ഏതായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? നോക്ക്, 40 60 80 അല്ലേ? 40 60 80. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വരയ്ക്കണം? നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു വൃത്തം വരയ്ക്കണം. ആ വൃത്തത്തിന്റെ റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ. ആരം എത്രയാണ്? 2.5 സെന്റിമീറ്റർ. ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് പറയട്ടെ. വളരെ സിമ്പിളാണ്. നമുക്ക് റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ. പിന്നെ ട്രയാങ്കിൾസിന്റെ ആംഗിൾസും തന്നിട്ടുണ്ട് അല്ലെ? ത്രികോണത്തിന്റെ കോണുകളും തന്നിട്ടുണ്ട് 40 60 80. ഇത് വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കോമ്പസ് എടുക്കുക. എന്താണ്? നമ്മളുടെ കോമ്പസ് അങ്ങോട്ട് എടുക്കുക. ഈ കോമ്പസ് എടുത്തിട്ട് നമ്മളുടെ സ്കെയിൽ എടുത്ത് എത്ര സെന്റിമീറ്റർ ആ റേഡിയസ് പറഞ്ഞേക്കുന്നത്? 2.5 സെന്റിമീറ്റർ അല്ലേ? 2.5 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് സെന്ററിൽ കുത്തി ഒരു വൃത്തം അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ അല്ലേ? വൃത്തം അല്ലെങ്കിൽ സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഇത്രയും ഓക്കെ ആണല്ലോ. ഇത്രയും ഓക്കെ ആയി കഴിഞ്ഞ് നമുക്കിവിടെ 3 കോണുകൾ 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ 3 ആംഗിൾസിൽ ഏതെങ്കിലും 2 മതി. നമുക്ക് ശ്രദ്ധിക്കണം, ഏതെങ്കിലും 2 മതി. അപ്പം ഞാൻ 40 60 80 40 60 എടുത്തു. ശ്രദ്ധിച്ചോ, 40 60 എടുത്തു. 2 എടുത്തു. 40 എടുത്തു, 60 എടുത്തു. ഏതെങ്കിലും 2 എടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2 കോണുകളും ഈ 2 ആംഗിളുകളും 180 നിന്ന് കുറയ്ക്കുക. അപ്പൊ 180 നിന്ന് 40 കുറയ്ക്കുമ്പോൾ എനിക്ക് 140 കിട്ടുവരണം. 180 നിന്നും 60 കുറയ്ക്കുമ്പോൾ എനിക്ക് 120 കിട്ടുവരണം. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്യുക. ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഒരു റേഡിയസ് അല്ലെങ്കിൽ ആരം വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊട്രാക്ടർ ഇല്ലേ, ഏതാണ് പ്രൊട്രാക്ടർ? ഈ സാധനം എടുത്തുകൊണ്ട് വരിക. ഈ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ കൃത്യം സെന്ററിൽ വെക്കുക. ഇവിടെ കൃത്യം സെന്ററിൽ വെക്കുക.
ഈ സെന്ററിൽ വെച്ചല്ലോ. എന്നിട്ട് നമ്മൾ ഈ കുറച്ച് വെച്ച ആംഗിളുകളില്ലേ, കുറച്ച് വെച്ച ആംഗിള്, ഈ എന്താണ് കുറച്ച് 180 നിന്ന് കുറച്ച് വെച്ച ആംഗിള്, ഈ 2 ആംഗിളുകളുമാണ് അവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ട? ആദ്യം 140. അപ്പോൾ നിങ്ങൾ ഈ വര കിടക്കുന്നത് എങ്ങോട്ടാണോ ഇവിടുന്ന് നോക്കി വരണം. നോക്ക്, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 130, 140 എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് 140. നിങ്ങൾ നോക്കി പോകുമ്പോൾ ഇടയ്ക്ക് ഇത് ഇങ്ങോട്ടൊരെണ്ണം കിടപ്പുണ്ടായിരിക്കും, അതല്ല കേട്ടോ. 140 ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ്. 140 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത്രയും മാർക്ക് ചെയ്യാമല്ലോ. ഓക്കെ അല്ലേ? 140 മാർക്ക് ചെയ്യാമല്ലോ. ഓക്കെ, 140 മാർക്ക് ചെയ്തു. അപ്പോൾ 140 ഓക്കെ ആയി. 140 കഴിഞ്ഞ് അടുത്ത 120 മാർക്ക് ചെയ്യണം. എടാ 120 മാർക്ക് ചെയ്യാനും ഇതുപോലെ തന്നെ. എടാ ഇപ്പോൾ വരച്ച ഈ വരയില്ലേ, ഇവിടെ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ശ്രദ്ധിക്കണേ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് 90 ആണ്. 120 എങ്ങനെ മാർക്ക് ചെയ്യും? 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120. ഏകദേശം 120 ഇവിടെ ആയിരിക്കും. ആ 120 ഡിഗ്രി അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് എന്ത് വരയ്ക്കണം? ഇനി ത്രികോണമാണ് വരയ്ക്കേണ്ടത്. ഇനി ത്രികോണം വരയ്ക്കാൻ കുറേ മെത്തേഡുകളുണ്ട്. അതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് പറയാം, ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കിപ്പോൾ 3 വരകൾ കിട്ടിയിട്ടുണ്ടല്ലേ. ഈ 3 വരകളുടെയും ഈ അറ്റത്തില്ലേ, ഇവിടെ ഈ 3 വരകളുടെയും ഈ അറ്റത്ത് കൊണ്ടുവന്ന് നമ്മുടെ എന്ത് വെക്കുക? പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇവനെ എങ്ങനെ വെക്കണമെന്നറിയാമോ? ഇത് ഇങ്ങനെ വെക്കണം. ഇത് ശ്രദ്ധിച്ചോളണം, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നോക്കുക, ഇങ്ങനെ വെക്കണം. ഇങ്ങനെ കൃത്യം നേരെ വെക്കണം. കേട്ടല്ലോ, കൃത്യം നേരെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചോളൂ. ഓക്കെ അല്ലേ? കൃത്യാവൃത്തത്തിൽ ടച്ച് ചെയ്ത് പോണേ. അതായത് നിങ്ങളുടെ പ്രൊട്രാക്ടർ നോക്കുമ്പോൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ പ്രൊട്രാക്ടർ ചിലപ്പോൾ ഒരു വര ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റിൽ കൊണ്ട് വെച്ചാൽ വൃത്തത്തിൽ ടച്ച് ചെയ്യാതെ പോകും. അപ്പോൾ കുറച്ച് ഇറക്കി പുറകോട്ട് വെച്ചോളാം കേട്ടോ. കൃത്യം ഈ വൃത്തത്തിൽ ടച്ച് ചെയ്ത് വേണം വരയ്ക്കാൻ. എന്നിട്ട് അതുപോലെ തന്നെ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക, രണ്ടാമത്തെ ഇവിടെ വെക്കുക, ഈ പോയിന്റിൽ വെക്കുക, കൃത്യം നടുക്ക് കൊണ്ടുവന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ അല്ലേ? രണ്ടാമത്തെ അടുത്ത് വരച്ചു. ഇനി എന്താണ്? മൂന്നാമത്തെ അടുത്തും കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക? ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ 3 എണ്ണം വരച്ചു കഴിഞ്ഞാൽ ഇത് 3ഉം ഇങ്ങനെ നീട്ടി വരച്ച് ജോയിൻ ചെയ്യുക. ഇതിങ്ങോട്ട് വരയ്ക്കുക, ഇതിങ്ങോട്ട് വരയ്ക്കുക, നീട്ടി വരച്ച് ജോയിൻ ചെയ്തു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? നേരത്തെ നോക്കിയേ, ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിളിൻ്റെ അകത്ത് സർക്കിൾ കിട്ടി. ഇനി ആംഗിൾസ് ഏതൊക്കെയാണെന്ന് അറിയാൻ നോക്കിയേ. ഈ 140ൻ്റെ എതിരെ കിടക്കുന്ന ഈ കോണില്ലേ, അതാണ് 140ൻ്റെ കുറച്ച് 40. ഓക്കെ അല്ലേ? 120ൻ്റെ എതിരെ കിടക്കുന്ന ഈ കോണില്ലേ, അതാണ് 120ൽ നിന്ന് കുറച്ച 60. ഇത് 40ഉം 60ഉം ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80. വളരെ സിമ്പിൾ, കേട്ടല്ലോ. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് തരുന്ന ടൈപ്പ്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ടൈപ്പ് എന്താണ്? നമുക്ക് റേഡിയസ് അല്ലെങ്കിൽ എന്താണ്? ആരം തരില്ല. റേഡിയസ് അല്ലെങ്കിൽ ആരം എന്താണ്? തരില്ല. അപ്പൊ എങ്ങനെ ചെയ്യും? ശ്രദ്ധിച്ചോ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. അല്ലെ? വശങ്ങളുടെ നീളം 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അന്തർവൃത്തം വരയ്ക്കുക. റേഡിയസ് തന്നിട്ടുണ്ടാ? ആരം തന്നിട്ടുണ്ടാ? റേഡിയസ് അല്ലെങ്കിൽ ആരം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം വൃത്തം വരയ്ക്കാൻ പറ്റുമോടാ മക്കളെ? വൃത്തം വരയ്ക്കാൻ നമുക്ക് അളവുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പക്ഷെ ഒരു സാധനം ഉണ്ട്. എന്താണ്? നമുക്കൊരു ത്രികോണം ഉണ്ട്. ആ ത്രികോണത്തിന്റെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? 7, 8, 9. ത്രികോണം വരച്ചിട്ട് സർക്കിൾ വരയ്ക്കണം. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോളാം, കേട്ടല്ലോ. റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? നമ്മളൊരു ത്രികോണം വരയ്ക്കാൻ പോകുന്നു. ഇത് 7 ആണ്, ഇത് 8 ആണ്, ഇത് 9 ആണ്. സിമ്പിളാണ്. ഇത് ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം ഒരു സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് നേരെ 9 സെന്റിമീറ്റർ, താഴെ 9 അല്ലേ, 9 സെന്റിമീറ്റർ ലൈൻ വരച്ചു. 7, 8 ഇഷ്ടമുള്ളത് വരയ്ക്കാം കേട്ടോ. ഞാൻ 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ 8 സെന്റിമീറ്റർ വേണം, ഇവിടെ 7 സെന്റിമീറ്ററും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കോമ്പസ് എടുത്തു. കോമ്പസ് എടുത്തിട്ട് സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ആദ്യം എനിക്ക് 8 സെന്റിമീറ്ററാണ് വേണ്ടത്. ഇവിടെ കൃത്യം ഞാൻ 8 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് കുത്തി. എന്നിട്ട് ആ 8 സെന്റിമീറ്ററിൽ ഇവിടെ ഒരു ആർക്ക് വരച്ചു. എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് കുത്തി. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക്
ചാപം വരച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ 8 ഓക്കെ ആയി. ഇനി എനിക്ക് 7 വരയ്ക്കണം. അപ്പോൾ ഞാൻ വീണ്ടും കോമ്പസ് എടുത്തു. വീണ്ടും കോമ്പസ് എടുത്തിട്ട് ഞാൻ 7 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ അല്ലേ? കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുത്തു. അത് ഇപ്പുറത്ത് കുത്തി, ഇവിടെ കുത്തി ഞാൻ ഇവിടെ ആർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്തു? ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. എന്താണ്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. ഇത് 8 സെൻറ്റിമീറ്റർ ആണ്, ഇത് 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. എങ്ങനെയാണെന്ന്? ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺ സമഭാജിയാണ് വരയ്ക്കാൻ പോകുന്നത്. കോൺ സമഭാജി എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു കോൺ ഉണ്ടെന്ന് വിചാരിച്ചു. എനിക്കിതിനൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം, ഒരു കോൺ സമഭാജി വരയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ കോമ്പസ് എടുക്കുക. എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തുക. എന്നിട്ട് ഒരു ചെറിയ ലെങ്ത് എടുക്കുക, തീരെ ചെറിയ ലെങ്ത്, അളവൊന്നും വേണ്ട. ഇവിടെ ചെറിയ ലെങ്ത് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. തീരെ ചെറിയ ലെങ്ത്, 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്തിട്ട് ഒരു ചെറിയ വര. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിവിടെ 2 അടുത്ത് കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലേ? ഈ വരയിൽ 2 അടുത്ത് കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇനി ആ കോമ്പസ് ഒന്ന് വലുതാക്കുക. ഏകദേശം ഇഷ്ടമുള്ളടുത്ത് വലുതായിക്കോ, നമുക്ക് അളവൊന്നുമില്ല. ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ അടുത്ത്. അത് അളവൊന്നും എടുക്കണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് വലുതായിക്കോ. കോമ്പസ് ഇങ്ങനെ ഇരിക്കുകയല്ല, ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വലുതാക്കുക. എന്നിട്ട് ഇവിടെ കുത്തി, ഇനി അളവ് മാറരുതേ, ഇവിടെ കുത്തി. ആദ്യം ഇവിടെ കുത്തണം, എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് ഇടണം, എന്നിട്ട് ഇവിടെ കുത്തണം, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇത്രയുള്ള പരിപാടി. ഇനി ഈ ലൈനും ഇവിടെ കൂട്ടിമുട്ടി ഈ ലൈനും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് എന്താണ്? ഒരു കോൺ സമഭാജി അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോ, വരയ്ക്കാം. എങ്ങനെയാണ്? ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ കോണിന് ഒരു കോൺ സമഭാജിയാണ്. അപ്പൊ എങ്ങനെ വരയ്ക്കൂടാ? വളരെ സിമ്പിൾ. ഇവിടെ കുത്തുക, ഇങ്ങനെ ഒരു വര വരച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ 2 പോയിന്റിലും കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്തു? കോമ്പസ് കുത്തി. എന്നിട്ട് ഞാൻ എൻ്റെ കോമ്പസ് ഒന്ന് വലുതാക്കി. പിന്നെ അളവ് മാറ്റൂലേ, ഞാൻ ഇവിടെ കുത്തി ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അളവ് മാറാതെ തന്നെ എടുത്തേണ്ടി വന്ന് ഇവിടെ കുത്തി ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് 2ഉം കൂടി ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു. സിമ്പിൾ. ഇതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് വരയ്ക്കുവാണ്. അവിടെയും അളവൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവാണ്. ഞാൻ ഇവിടെ കുത്തി, എന്നിട്ട് ഒരു ചെറിയ ദൂരം എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ അല്ലേ? 2ഉം കൂടി കൂട്ടി ഒരു വര വരച്ചു. എന്നിട്ട് ഞാനൊന്ന് വലുതാക്കി. അത് ഇപ്പുറത്തെ അളവ് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനൊന്ന് വലുതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ കുത്തി, പിന്നെ ഇവിടെയും കുത്തണേ. അപ്പോൾ ആദ്യം ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. പുറത്തു പോയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ കുത്തി ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇത് 2ഉം കൂടി ജോയിൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി വളരെ സിമ്പിളാണ്. ഈ 2ഉം കൂടി കൂട്ടിമുട്ടി ഈ പോയിന്റില്ലേ, ഇവിടെ കോമ്പസ് കുത്തുക. 2ഉം കൂടി കൂട്ടിമുട്ടി ഈ പോയിന്റില്ലേ, ആ പോയിന്റിൽ കോമ്പസ് കുത്തുക. ആ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങോട്ടുള്ള അളവ് എടുക്കുക. അത് തന്നെയായിരിക്കും ഇങ്ങോട്ടുള്ള അളവ്, ഇങ്ങോട്ടുള്ള അളവ്. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടാ? സർക്കിൾ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് റേഡിയസ് തരാത്തത്, ഇതിന് മുമ്പ് വരച്ചത് റേഡിയസ് തന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് വരയ്ക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചേ. അടുത്തത് വരയ്ക്കാൻ പോകുന്നത് നമുക്കൊരു സർക്കിൾ തരും. അതിന് ഇഷ്ടമുള്ള ഒരു റേഡിയസ് ഉണ്ടാവും. എന്നിട്ട് ഈ സർക്കിളിന്റെ പുറത്തൊരു പോയിന്റ് എടുക്കും. ഈ പോയിന്റിൽ നിന്നും എനിക്ക് 2 ടാൻജന്റുകൾ ഇങ്ങോട്ട് വരയ്ക്കണം. ഇത്രേ ഉള്ളൂ. ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 3ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ സിമ്പിൾ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ടാൻജൻസ് to it from a point 7 centimeter from the center. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയേ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ, വൃത്തം വരയ്ക്കുക. ഇനി ഡ്രോ ടാൻജൻസ് ടു ഇറ്റ്, ഇതിലേക്ക് ടാൻജൻസ് വരയ്ക്കണം. എവിടെ നിന്നാണ്? ഫ്രം എ പോയിന്റ് 7.5 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ. അതായത് ഈ സെന്ററിൽ നിന്നും 7.5 സെന്റിമീറ്റർ മാറിയുള്ള ഈ പോയിന്റിൽ നിന്നും 2 ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കണം. വെറുതെ വരച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലാക്കി. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. വരച്ചു. വൃത്തകേന്ദ്രത്തിൽ നിന്നും 7.5 സെന്റിമീറ്റർ ഉള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. വളരെ സിമ്പിള്, ശ്രദ്ധിച്ചോളണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആരം അല്ലെങ്കിൽ റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്റർ. എന്നിട്ട് എന്താണ്? 7.5 സെന്റിമീറ്റർ അകലയിൽ നിന്നാണ് നമുക്ക് തൊടുവരകൾ വരയ്ക്കേണ്ടത്. ഇത്ര ഓർമ്മയുണ്ടല്ലോ.
അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് റേഡിയസ് തന്നിട്ടുള്ള കാരണം വൃത്തം വരയ്ക്കാം. വൃത്തം വരയ്ക്കാൻ എന്ത് എടുക്കണം? കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തു, സ്കെയിൽ എടുത്തു. എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. കോമ്പസ് എടുത്തു കുത്തി, എന്നിട്ട് എന്ത് വരച്ചു? വൃത്തം വരച്ചു. ഓക്കെ അല്ലേ? കോമ്പസ് എടുത്ത് കുത്തി, എന്നിട്ട് നമ്മൾ വൃത്തം വരച്ചു. സിമ്പിൾ. അപ്പൊ നോക്കിയേ ഇവിടെ കോമ്പസ് കുത്തിയിട്ടുണ്ട്. ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇനി എന്താണ്? ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് 7.5 സെന്റിമീറ്റർ മാറി ഒരു പോയിന്റ് എടുക്കണം. അപ്പൊ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഇവിടുന്ന് 7.5 സെന്റിമീറ്ററിലുള്ള ലൈൻ വരയ്ക്കുക. എത്രയാണ്? 7.5 സെന്റിമീറ്ററിലുള്ള ലൈൻ വരയ്ക്കുക. സിമ്പിൾ പരിപാടി. വരച്ചല്ലോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരച്ച ഈ 7.5 സെന്റിമീറ്റർ ഇല്ലേ, ഈ 7.5 സെന്റിമീറ്ററിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ലംബ സമഭാജി വരയ്ക്കണം. എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ലംബ സമഭാജി വരയ്ക്കണം. അപ്പൊ ഇതിന്റെ പേര് കേട്ടപ്പോൾ ഇത്തിരി വിഷയം തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ വരച്ചിട്ടുള്ള ആളാണ്. എന്താണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി? ഒരു ലൈൻ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? സിമ്പിൾ ആണ്. ഇതിന്റെ ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് കുത്തുക. എന്നിട്ട് ഇതിന്റെ പകുതി കൂടുതൽ എടുക്കുക. കോമ്പസ് കുത്തിയിട്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടി ഇതിന്റെ പകുതി കൂടുതൽ എടുക്കുക. ഏകദേശം ഇവിടെ എടുക്കുക. ഇത് പകുതി കൂടുതലല്ലേ? എന്നിട്ട് പിന്നെ അളവ് മാറരുത്. ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇത് അളവ് മാറാതെ തന്നെ എടുത്തുകൊണ്ട് പോയി ഇവിടെ കുത്തുക. ഇവിടെ കേട്ടോ, ഇതിന്റെ അറ്റത്ത് കുത്തുക. എന്നിട്ട് ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. ഇനി എന്ത് ചെയ്തു? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ ഞാൻ കോമ്പസ് ഇവിടെ കുത്തും. എന്നിട്ട് ഇതിന്റെ പകുതി കൂടുതൽ ഏകദേശം ഇവിടെ എടുക്കും. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. എന്നിട്ട് അളവ് മാറാതെ തന്നെ കോമ്പസ് എടുത്തുകൊണ്ട് പോയി ഇവിടെ കുത്തി. എന്നിട്ട് ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ പരിപാടി. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? സിമ്പിൾ. ഓക്കെ. ഇനി എന്ത് ചെയ്തു? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പോയിന്റിൽ ഞാൻ കോമ്പസ് കുത്തി. ശ്രദ്ധിച്ചോളേ, ഈ പോയിന്റിൽ ഞാൻ കോമ്പസ് കുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ടുള്ള അളവെടുത്തു. അത് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. എന്താണ്? കോമ്പസ് കുത്തി ഞാൻ ഇങ്ങോട്ടുള്ള അളവെടുത്തു, അത് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് വെച്ച് ഞാനൊരു സർക്കിൾ വരച്ചു. ഇത് വെച്ച് ഞാനൊരു വൃത്തം വരച്ചു. ഓക്കെ അല്ലേ? ഞാൻ ഇത് വെച്ച് ഞാൻ എന്ത് വരച്ചു? ഒരു സർക്കിൾ വരച്ചു. ഇത് വെച്ച് ഞാനൊരു വൃത്തം വരച്ചു. ഇത് വെച്ച് ഞാനൊരു വൃത്തം വരച്ചു. വൃത്തം വരച്ചെങ്കിൽ കഴിഞ്ഞു പരിപാടി. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ രണ്ട് വൃത്തങ്ങളും കൂട്ടിമുട്ടിയ ഈ പോയിന്റില്ലേ, ഈ പോയിന്റില്ലേ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ പച്ച വരകളാണ് നമ്മളുടെ തൊടുവരകൾ, ടാൻജന്റുകൾ. ഇനി ഇതിന്റെ പേരുകളൊന്നും എടുത്തെഴുതണം. ഇതിന് പി എന്ന് പേര് കൊടുത്താൽ ഇത് എ ആണ്, ഇത് ബി ആണ്. ഇവിടെ നമ്മുടെ ടാൻജന്റുകൾ ഏതാണ്? പി എയും ടാൻജന്റ് തൊടുവരയാണ്, പി ബിയും ടാൻജന്റ് തൊടുവരയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളോട് അളന്നെഴുതാൻ ചോദിക്കും. ഇപ്പം നിങ്ങൾ അളന്നെഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 8.2 കിട്ടിയെന്ന് വിചാരിച്ചോ. മറ്റതിൻ്റെയും നീളം 8.2 തന്നെ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ അളവെടുത്തപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കൂടുതൽ 8.3 തോന്നിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഹരിചന്ദ്രനായി ഒരെണ്ണം 8.2 ഒരെണ്ണം 8.3 എഴുതി വെക്കരുത്. രണ്ടും സെയിമേ എഴുതാവുള്ളൂ. രണ്ടിനും എന്താണ്? ഒരേ ലെങ്ത് തന്നെയാണ്. രണ്ടും 8.2 തന്നെയാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ രണ്ട് തൊടുവരകൾ വരയ്ക്കാനും ഒരു ചോദ്യം ഉണ്ടാവും. പിന്നെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം, ഒരു ടാൻജന്റ്, ഒരു തൊടുവര ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ വരയ്ക്കാൻ ചോദിക്കും. ഒരെണ്ണം വളരെ സിമ്പിളായിട്ട് ഇതേ ഒരു നാലാമത്തെ ഒരു ടൈപ്പ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് മാർക്ക് പോയിന്റ് എ. സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സർക്കിളിൽ കേട്ടാ, പുറത്തല്ല, സർക്കിളിൽ. ആൻഡ് മാർക്ക് എ പോയിന്റ് എ, സർക്കിളിലെ. ദെൻ ഡ്രോ എ ടാൻജന്റ് ത്രൂ എ. എയിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരച്ചു. ഓക്കെ അല്ലേ? വൃത്തത്തിൽ എ എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. എവിടെയെങ്കിലും എ എന്ന് പറയുന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഇതാണ് എ, കേട്ടല്ലോ. ഇനി എയിലൂടെ ഒരു തൊടുവര വരയ്ക്കുക. എയിലൂടെ ഒരു തൊടുവര വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? വെറുതെ സ്കെയിൽ വെച്ച് വരച്ചാൽ മാർക്ക് ഇടത്തില്ല. വളരെ സിമ്പിളാണ്. നോക്ക്, നമുക്ക് റേഡിയസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തെടുത്തു? നമ്മുടെ കോമ്പസ് എടുത്തു. കോമ്പസ് എടുത്തിട്ട് എത്രയാണ്? 3 സെന്റിമീറ്റർ എടുത്തു അല്ലേ? 3 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് നമ്മളൊരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരച്ചു. 3 സെന്റിമീറ്ററിൽ നമ്മളൊരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരച്ചു. ഇനി എന്താണ്? ഇത് സെന്റർ അല്ലേ? ഞാൻ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുവാണ്. ഇവനാണ്
എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ അല്ലേ? എനിക്ക് എയിലൂടെ ഒരു ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര ഇങ്ങനെ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോളണം, വളരെ സിമ്പിൾ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ സെന്ററിൽ നിന്നും എയിലൂടെ ഒരു ലൈൻ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. എയിലൂടെ ഒരു ലൈൻ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അത് ടാൻജന്റ് ആണോ തൊടുവരയാണോ? അല്ല, ഇതിങ്ങോട്ട് നീട്ടി വരച്ചാൽ രണ്ടിടത്ത് കൂട്ടിമുട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏത് പോയിന്റിലൂടെയാണോ വരയ്ക്കേണ്ടത് അവിടെ കോമ്പസ് കുത്തുക. ശ്രദ്ധിക്കണേ, ഏത് പോയിന്റിലൂടെയാണോ വരയ്ക്കേണ്ടത് അവിടെ കോമ്പസ് കുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇഷ്ടമുള്ള അളവ് കേട്ടോ, ഇഷ്ടമുള്ള അളവ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ആ അളവ് തന്നെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഇഷ്ടമുള്ള അളവാണ്, ഈ അളവ് വേണമെന്നൊന്നുമില്ല. ഇവിടെ കുത്തി ഒരളവ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, ആ അളവ് തന്നെ ഇപ്പുറത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി കോമ്പസ് ഒന്ന് വലുതാക്കുക. കുറച്ചുകൂടി വലുതാക്കുക, കുറച്ച്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഈ മാർക്ക് ചെയ്ത 2 പോയിന്റില്ലേ, ഈ 2 പോയിന്റാണ് നമുക്ക് വേണ്ടത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത ഒരു പോയിന്റിൽ കുത്തുക. എന്നിട്ട് ഒരാർക്ക് ഇവിടെ വരയ്ക്കുക, ഒരാർക്ക് താഴെയും വരയ്ക്കുക. അളവ് മാറരുത് കേട്ടോ. പിന്നെ ഒരളവെടുത്ത് ഇത്തിരി വലുതാക്കി എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കുത്തി ഇവിടെ ഒരു വര വരയ്ക്കുക, താഴെ ഒരു വര വരയ്ക്കുക. പിന്നെ അളവ് മാറാതെ തന്നെ എടുത്തിട്ട് പോയി ഇവിടെ കുത്തുക. എന്നിട്ട് ഇവിടെ ഒരു വര കംപ്ലീറ്റ് ചെയ്യുക, ഇവിടെ ഈ വരയും കംപ്ലീറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടി ഒരു ലൈൻ വരച്ചാൽ ഇത് കൃത്യമായിട്ട് പോകുന്നത് തൊടുവരയായിരിക്കും. സിമ്പിൾ. ഇത് കൃത്യമായിട്ട് പോകുന്ന ടാൻജന്റ് ആയിരിക്കും. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോകാം. അടുത്ത ടൈപ്പിലേക്ക് നമ്മൾ കടക്കുവാണ്. വളരെ സിമ്പിൾ. അടുത്ത ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതേ ശ്രദ്ധിച്ചോ. അടുത്ത ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മളോട് ആദ്യം ശ്രദ്ധിച്ചേ, ആദ്യം നമ്മളോട് ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം വരയ്ക്കാൻ പറയും. എന്താണ്? റെക്റ്റാങ്കിള് അല്ലെങ്കിൽ ചതുരം വരയ്ക്കാൻ പറയും. എന്നിട്ട് ഇതിൻ്റെ അതേ ഏരിയയുള്ള, ഇതിൻ്റെ അതേ പരപ്പളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറയും. എന്ത്? സമചതുരം. ഇതിൻ്റെ അതേ പരപ്പളവുള്ള ഒരു സമചതുരം. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്ന് പറയട്ടെ. വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിളിൻ്റെ എന്താടാ വിഡ്ത്ത് 5 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 5 ആയിട്ട് എടുത്തു, ഇത് 4 ആയിട്ട് എടുത്തു. റെക്റ്റാങ്കിൾ അല്ലേ? ഓക്കെ. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. ഇതിൻ്റെ അതേ ഏരിയയിലുള്ള എന്ത് വരയ്ക്കുക? ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതിൻ്റെ ഏരിയ എത്ര വരും? 5 × 4 ചെയ്താൽ മതി, 20. ആ 20 തന്നെയുള്ള എന്ത് വരയ്ക്കണം? സ്ക്വയർ വരയ്ക്കണം. 20 വരെയുള്ള സ്ക്വയർ ഏരിയയുള്ള സ്ക്വയർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ? 20ൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 20ൻ്റെ റൂട്ട് എടുത്താൽ മതി. അത് കിട്ടൂല അല്ല, 20ൻ്റെ റൂട്ടില്ല. അപ്പോൾ നോക്ക്, 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരം വരയ്ക്കുക, ഇതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുക. ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കും, പിന്നെ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നമ്മൾ സമചതുരം അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. വരയ്ക്കാം. അപ്പം നമ്മൾ നോക്കേണ്ടത് ആദ്യം 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വളരെ സിമ്പിളാണ്. 5 സെന്റിമീറ്റർ അല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? ഇനി എന്തെടുത്തു? നമ്മുടെ പൊട്രാക്ടർ എടുക്കുക. ഏതാ പൊട്രാക്ടർ? ഈ സാധനം. ഈ പൊട്രാക്ടർ കൊണ്ടുവന്ന് കൃത്യം ഇവിടെ ഈ നടുക്ക് കുത്തി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ മുകളിലേക്ക് 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കുക. 90 ഡിഗ്രി, കൃത്യം 90 ഡിഗ്രിയിൽ മുകളിലേക്ക് ഒരു വര വരയ്ക്കുക. എത്രത്തോളം വേണമെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് പൊട്രാക്ടർ വെക്കുക. പൊട്രാക്ടർ കൃത്യം നടുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ഇതുപോലെ 90 ഡിഗ്രിയിൽ മുകളിലേക്ക് വരച്ചു. അപ്പോൾ ഇതൊരു 5 സെന്റിമീറ്റർ, മുകളിലേക്ക് നമുക്ക് എത്ര സെന്റിമീറ്റർ വേണം? 4 സെന്റിമീറ്റർ. എന്നിട്ട് എന്തെടുത്തു? കോമ്പസ് എടുക്കുക, 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. കോമ്പസിൽ 4 സെന്റിമീറ്റർ അളവെടുക്കുക. അളവെടുത്തേണ്ട വന്നിട്ട് ഇവിടെ കുത്തുക, 4 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ കുത്തുക, 4 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തൊരു വര വരയ്ക്കുക. അപ്പോൾ ഈ അളവാണ് എത്ര? 4 സെന്റിമീറ്റർ. ഇത് 5 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ തുടച്ചു കളഞ്ഞു. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇപ്പം നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടി അല്ലേ? ചതുരം കിട്ടിക്കഴിഞ്ഞാൽ എടാ ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ അല്ലേ, ഇങ്ങോട്ട് എത്രയാണോ വരുന്നത് അത് ഇങ്ങോട്ട് നീട്ടി വരച്ചോളണം. ഇങ്ങോട്ട് 4 വന്നത് കാരണം ഇത് ഇങ്ങോട്ട് നീട്ടി 4 സെന്റിമീറ്റർ വരച്ചു. മുകളിലേക്ക് 3 ആയിരുന്നു വന്നെച്ചെങ്കിൽ 3 സെന്റിമീറ്റർ മുകളിലേക്ക് വരച്ചോളണം. മുകളിലേക്ക് 5 ആയിരുന്നു വന്നെച്ചെങ്കിൽ 5 നീട്ടി വരച്ചോളണം. മുകളിലേക്ക് എത്ര വന്നു അത്രയും തന്നെ ഇങ്ങോട്ട് നീട്ടി വരച്ചു. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്തു? ഇനി ഇപ്പോൾ ഇവിടെ ഒരു വലിയ ലൈൻ കിടക്കുന്ന കണ്ടോ മക്കളെ നിങ്ങൾ? വലിയ ലൈൻ ഏതാണ്? ഇത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ വലിയ ലൈൻ.
ഈ വലിയ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമവാജി വരയ്ക്കണം. എങ്ങനെയാ ലംബ സമവാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്? സിമ്പിള്, നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് കുത്തുക, എന്നിട്ട് ഇതിന്റെ പകുതി കൂടുതൽ എടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അളവ് മാറാതെ തന്നെ എടുത്തിട്ട് പോയി മിക്കവരും ഇവിടെ കുത്തും. ഇവിടെ അല്ല കുത്തണം, ഇതിന്റെ അറ്റത്ത് കുത്തണം, ഇവിടെ കുത്തണം. കേട്ടല്ലോ, കോമ്പസ് ഇവിടെ കുത്തുക, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ കൃത്യം ഇതിന്റെ സെന്ററിൽ കിട്ടി. ഇനി നിങ്ങൾക്ക് പല രീതിയിൽ പഠിപ്പിച്ച് കാണും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി വരയ്ക്കുക. നോക്ക്, ഇവിടെ കോമ്പസ് കുത്തുക, ഇങ്ങോട്ടുള്ള അളവെടുക്കുക. എടാ അത് തന്നെയായിരിക്കും ഇങ്ങോട്ടുള്ള അളവ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുകളിൽ വരയ്ക്കാം, അല്ലെങ്കിൽ താഴെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. എവിടെ വരച്ചാലും മാർക്ക് കിട്ടും. ഞാൻ മുകളിൽ കുറേ വരകൾ കിടക്കണതുകൊണ്ട് ഞാൻ മുകളിൽ വരയ്ക്കുന്നില്ല, ഞാൻ താഴത്തേക്ക് വരയ്ക്കുവാണ്. ഇവിടെ കോമ്പസ് കുത്തുക, ഇങ്ങോട്ടുള്ള അളവെടുത്തു, ഇങ്ങോട്ടുള്ള അളവെടുത്തു. ഇത് വെച്ച് താഴെ ഇങ്ങനെ ഒരു പകുതി, ഒരു വൃത്തത്തിന്റെ പകുതി വരയ്ക്കുക. ഇത്രയും വരച്ച് നിർത്തുക. ഇത് തന്നെ മുകളിലേക്ക് വരച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോ, നമ്മളിവിടെ നീട്ടി വരച്ചൊരു പോയിന്റ് ഇല്ലായിരുന്നു, അതായത് 4 വരച്ച് തുടങ്ങിയൊരു പോയിന്റ് ഇല്ലായിരുന്നു. ഈ പോയിന്റിൽ നിന്നും കൃത്യം ലൈൻ, ഈ ലൈൻ താഴത്തേക്ക് വരച്ച് ഇവിടെ മുട്ടിക്കുക. എന്താണ്? ഈ ലൈൻ ഇവിടുന്ന് താഴത്തേക്ക് വരച്ച് ഇവിടെ മുട്ടിക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തുക. ഇവിടുന്ന് 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 ഇങ്ങോട്ടുള്ള ലെങ്ത് എടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തുക. ഏത് ലെങ്താണ്? ഇങ്ങോട്ടുള്ള ലെങ്ത് എടുത്തു, അത് ഇവിടെ അടയാളപ്പെടുത്തി. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഇത് നീട്ടി ആ വരയിലേക്ക് മുട്ടിച്ചു. അപ്പൊ നമ്മൾ അളവെടുത്തേക്കുന്ന ഏതാ? ഈ അളവ് തന്നെയാണ്, അത് തന്നെയാണോ എന്നൊന്ന് നോക്കിയേക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് കോമ്പസ് കുത്തി, എന്നിട്ട് ആ അളവ് ഇവിടെ മാർക്ക് ചെയ്തു. സിമ്പിൾ. എന്താണ്? ഞാൻ ഈ അളവ് തന്നെയാണോ നോക്കി, എന്നിട്ട് ആ അളവ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുത്തി, എന്നിട്ട് ആ അളവ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. ഇപ്പം എനിക്ക് സ്ക്വയർ കിട്ടി, സമചതുരം കിട്ടി. ഇതാണ് ഇതിൻ്റെ അതേ ഏരിയയിലുള്ള സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം. സിമ്പിൾ പരിപാടി. ഇനി ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കടാ. അതെങ്ങനെയാണെന്ന് അറിയാം. അത് ഡയറക്റ്റ് ചോദ്യം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സെന്റിമീറ്റർ, 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു നേരത്തെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ റൂട്ട് എടുത്താലാണ് ഒരു സൈഡ് കിട്ടുള്ളൂ, 15ന്റെ ഒരു സൈഡ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 15 ഏരിയയുള്ള ഒരു റെക്റ്റാങ്കിൾ അങ്ങോട്ട് വരയ്ക്കും, 15. എന്നിട്ട് നമുക്ക് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? 15 ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ, സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 15 ഏരിയയുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കണം. 15 ഏരിയയുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാൻ 15നെ ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിളുകൾ അല്ലെങ്കിൽ ഗുണനമായിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. 15ന് നമുക്ക് 1x15 എന്ന് എഴുതാം. പിന്നെ എന്തെഴുതാം? 3x5 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും എഴുതാൻ പറ്റുമോ? തിരിച്ചെഴുതാം, അത് വേണ്ട. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന അളവുകൾ ഏതാടാ? ഈ 5ഉം 3ഉം അല്ലേ? ഈ 5ഉം 3ഉം വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്തു നോക്കടാ, ഈ ഒരു റെക്റ്റാങ്കിൾ 5 3ഉമായിട്ട് വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാടാ? 15. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇനി ഇതിൻ്റെ അതേ ഏരിയയിലുള്ള സ്ക്വയർ വരച്ചാൽ നമുക്ക് എത്ര കിട്ടൂടാ? 15 ആവും. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ വരയ്ക്കാൻ പോവാണ്. 5ഉം 3ഉം എടുത്ത് ശ്രദ്ധിച്ചോളണം. 5ഉം 3ഉം എടുത്ത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. വരയ്ക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ആദ്യം 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. വളരെ സിമ്പിൾ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. വെച്ചല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് ഒരു ലൈൻ. അതുപോലെ പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചു. കൃത്യം 90 ഡിഗ്രിയിൽ മുകളിലേക്ക് ഒരു ലൈൻ. മുകളിലേക്ക് ഇനി എത്ര സെന്റിമീറ്റർ വേണം? 3 സെന്റിമീറ്റർ. അപ്പൊ കോമ്പസ് എടുത്തുകൊണ്ട് വന്നു, 3 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. സിമ്പിൾ. ഇനി എന്ത് ചെയ്തു? ഇവിടെ കുത്തി, ആ കോമ്പസ് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതുപോലെ ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? വളരെ സിമ്പിൾ. ശ്രദ്ധിച്ചോ, ഇവിടുന്ന് മുകളിലേക്ക് എത്രയാണോ 3 സെന്റിമീറ്റർ അല്ലേ, അത് തന്നെ നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക 3 സെന്റിമീറ്റർ. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ?
ഇനി എന്ത് ചെയ്തു, ഇപ്പൊ കിട്ടിയ ലൈൻ നോക്കിയടാ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ലൈൻ നോക്കിയേ. ഈ ലൈനിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഇവിടെ കുത്തും, പകുതി കൂടുതൽ എടുക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അളവ് മാറാതെ തന്നെ എടുത്തേണ്ടി വന്ന് ഇവിടെ കുത്തും, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യും, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. എന്ത് ചെയ്തു, ഇവിടെ കോമ്പസ് കുത്തി ഇങ്ങോട്ടുള്ള അളവെടുത്തു, ഇങ്ങോട്ടുള്ള അളവെടുത്തു. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു വൃത്തത്തിന്റെ പകുതി, അർദ്ധവൃത്തം, സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് പരിപാടി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കൂട്ടിമുട്ടിയ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് വരച്ച പോയിന്റിൽ നിന്ന് ഒരു ലെങ്ത് താഴത്തേക്ക് എടുക്കുക. ഇത് കോമ്പസിലെടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് കോമ്പസിലെടുക്കുക. അത് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവൻ നീട്ടി വരച്ച് അവിടെ മുട്ടിക്കുക. എന്നിട്ട് ഈ അളവ് ഒന്നുകൂടി മാറിയോ എന്ന് നോക്കുക. ഇല്ല, മാറിയിട്ടില്ല, ഇവനെ തന്നെ എടുത്തു. എന്നിട്ട് ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ കുത്തി ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിൾ. എന്നിട്ട് ഇവൻ ജോയിൻ ചെയ്ത് ഇങ്ങോട്ട് വരച്ചു, ഇവനെ ജോയിൻ ചെയ്ത് ഇങ്ങോട്ട് വരച്ചു. ഇപ്പം നമുക്ക് എന്ത് കിട്ടിയടാ, സ്ക്വയർ കിട്ടി. ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 15. സിമ്പിൾ. അപ്പോൾ 18 വരയ്ക്കാൻ ചോദിച്ചാലോ, 18നെ എങ്ങനെയൊക്കെ ഗുണിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. 1 × 18, 3 × 6, 2 × 9. ഇതിൻ്റെ അടുത്ത് വരയ്ക്കാൻ പറ്റുന്ന നമ്പർ എടുത്ത് അങ്ങോട്ട് വരച്ചേക്കുക. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ വരച്ചത് നമുക്കൊരു റെക്റ്റാങ്കിൾ, ചതുരം തന്നു, അതിനെ നമ്മൾ സ്ക്വയർ ആക്കി മാറ്റി വരച്ചു, സമചതുരമാക്കി വരച്ചു. ഇനി നമുക്കൊരു റെക്റ്റാങ്കിൾ, ചതുരം തന്നെ തന്നു, ഇതിനെ നമുക്ക് വേറൊരു ചതുരം തന്നെ ആക്കി വരയ്ക്കണം. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇത് തുടങ്ങാം. ക്വസ്റ്റ്യൻ വായിച്ചേ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇതിൻ്റെ വിഡ്ത്ത് 5ഉം 4ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര വരും ഇവിടെ? 20. ഓക്കെ അല്ലേ? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ. അപ്പോൾ വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാ? 20 തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ? വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ ഏരിയ എത്ര തന്നെ ആയിരിക്കണം? 20 തന്നെ ആയിരിക്കണം. വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. ഒരു സൈഡ് എത്രയാണ്? 6 ആയിരിക്കണം. 6 × സംതിങ് ചെയ്യുമ്പോൾ 20 കിട്ടുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അളവെടുത്ത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നോക്കിയാൽ ചോദ്യം സിമ്പിളാണ്. 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള ചതുരം വരയ്ക്കുക. 5ഉം 4ഉം ഉള്ള ചതുരം വരയ്ക്കുക. പിന്നെ എന്താണ്, ഇതേ പരപ്പളവും, അതായത് ഇതേ പരപ്പളവുള്ളതും 6 സെൻറ്റിമീറ്റർ ഒരു വശവുമായ ചതുരം വരയ്ക്കുക. ചതുരം തന്നെ വരയ്ക്കുക. അപ്പോൾ ഒരു ചതുരം തന്നിട്ട് ചതുരം തന്നെ വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ. തുടങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെക്കാം. തുടങ്ങേണ്ടത് ആദ്യത്തെ ഭാഗം പഴയതുപോലെ തന്നെ 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമായിട്ട് റെക്റ്റാങ്കിൾ, ചതുരമല്ല വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. പഴയതുപോലെ തന്നെ എന്താണ്, 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്തു? വളരെ സിമ്പിൾ. 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചാൽ എന്ത് ചെയ്തു, നമ്മൾ പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് ഇതിൻ്റെ ഈ അറ്റത്ത് വെച്ചു. എന്നിട്ട് മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു. അതുപോലെ പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് വന്ന് ഈ അറ്റത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വളരെ സിമ്പിൾ. 4 സെൻറ്റിമീറ്റർ ഞാൻ കോമ്പസിലെടുത്തു. എന്താണ്? 4 സെൻറ്റിമീറ്റർ ഞാൻ കോമ്പസിലെടുത്തു. ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ അല്ലേ? ഇത് 4ആണ്. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ എനിക്കിത് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ അപ്പുറത്തേക്ക് വരച്ചല്ലേ ചെയ്തത്, ഇതും അപ്പുറത്തേക്ക് വരച്ച് തന്നെ ചെയ്യാം. പക്ഷെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ റെക്റ്റാങ്കിൾ, ചതുരം വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചോളേ. നോക്ക്, ഒന്നുമില്ല, വെറുതെ ഞാൻ ഇപ്പുറത്തേക്ക് വരയ്ക്കുന്നു, അത്ര ഉള്ളടാ. അപ്പോൾ നോക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതെല്ലാം ഒരേപോലെ തോന്നും നിങ്ങൾക്ക്. അപ്പോൾ നോക്കി, ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന കാരണം ഇപ്പുറത്തേക്ക് വരച്ചു. ഈ സൈഡ് 4 തന്നെയല്ലേ? ഈ സൈഡ് ഞാൻ എത്ര നീക്കണോടാ? എടാ ഇങ്ങോട്ട് എത്രയാണോ അത് തന്നെ നീട്ടണം. നോക്ക്, വളരെ സിമ്പിൾ. എടാ മുകളിലേക്ക് 4ആണ്, അപ്പോൾ ഇങ്ങോട്ടും എത്ര തന്നെ വരയ്ക്കണം? 4. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി, വളരെ സിമ്പിൾ പരിപാടി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. നമുക്ക് വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. മറന്നു പോകരുത് കേട്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കൂട്ടി വരച്ച ഈ പോയിന്റില്ലേ, ഇവിടുന്ന് നമുക്ക് വേണ്ട ആ ഒരു സൈഡ് താഴത്തേക്ക് വരയ്ക്കുക. നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്റർ അല്ലേ? ആ 6 സെൻറ്റിമീറ്റർ താഴത്തേക്ക് വരയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് വേണ്ട ഒരു സൈഡ് താഴത്തേക്ക് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് പരിപാടി ഏകദേശം കഴിഞ്ഞു. ദേ ഈ അറ്റയില്ലേ, ഈ അറ്റത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇനി എന്താണ്, ഈ അറ്റയില്ലേ, ഈ അറ്റത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയേ,
ഈ വെള്ള കളറിൽ കാണുന്ന ഒരു ട്രയാങ്കിൾ അല്ലേ, വെള്ള കളറിൽ കാണുന്ന ഒരു ട്രയാങ്കിൾ അല്ലേ, ത്രികോണം അല്ലേ. ഈ ത്രികോണത്തിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവാം, മറ്റേ പകുതി കൂടുതലെടുത്ത് വരയ്ക്കുന്ന സാധനം. ആദ്യം ഞാൻ ഈ ലൈനാണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത്. ഈ ലൈൻ എങ്ങനെ വരയ്ക്കും? ഞാൻ ഇവിടെ കോമ്പസ് കുത്തും, പകുതി കൂടുതലെടുക്കും ഇതിൻ്റെ, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അളവ് മാറാതെ തന്നെ ഇവിടെ കുത്തും, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യും, ഈ ആർക്ക് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഞാൻ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി എന്ത് ചെയ്തു? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഞാൻ അടുത്ത ഒരു സൈഡിനെടുക്കും, ട്രയാങ്കിളിൻ്റെ ഈ സൈഡിന് ഞാനൊരു ആർക്ക് വരയ്ക്കാൻ പോവുക. എങ്ങനെ ആർക്ക് വരയ്ക്കും? ഇവിടെ കുത്തും, പകുതി കൂടുതലെടുക്കും, ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്, ഇവിടെ കുത്തും, പകുതി കൂടുതലെടുക്കും, ഈ രണ്ടാർക്കും കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തൊരു വര വരയ്ക്കും. അതായത് ഈ രണ്ട് സൈഡിനും ഞാനിപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ട്, അതെ ഇതല്ലേ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ്, അവിടെ കൊണ്ടുപോയി കോമ്പസ് കുത്തുക. ഓക്കെ അല്ലേ? അവിടെ കൊണ്ടുപോയി കോമ്പസ് കുത്തുക. ആ കോമ്പസ് കുത്തിയിട്ട് നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഈ അളവ് ഇവിടെ കുത്തി ഈ മൂലയിലേക്കുള്ള അളവ് നോക്കുക. അത് തന്നെയായിരിക്കും ഈ മൂലയിലേക്കുള്ള അളവ്, അത് തന്നെയായിരിക്കും ഈ മൂലയിലേക്കുള്ള അളവ്. അങ്ങനെ വെച്ചിട്ട് ദേ ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കുക. എങ്ങനെ വരയ്ക്കേണ്ടത് ശ്രദ്ധിച്ചോ. ഇവിടുന്ന് ഈ മൂലയിലേക്കുള്ള അളവ് നോക്കുക, അത് തന്നെയായിരിക്കും ഈ മൂലയിലേക്കും, അത് തന്നെയായിരിക്കും ഈ മൂലയിലേക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കുത്തി ഈ 3 മൂലകളിലൂടെയും പാസ് ചെയ്യുന്ന ഒരു വൃത്തം വരയ്ക്കുക. വരച്ചല്ലോ. ഇത്രേ ഉള്ളൂ പരിപാടി, ഏകദേശം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളണം. ഈ വൃത്തം കടന്നു പോയിട്ടുള്ള ഒരു ലൈൻ, ഈ സൈഡ് നോക്കുക. നമുക്ക് ഈ വൃത്തം അല്ലെങ്കിൽ സർക്കിള് കടന്നു പോയിട്ടുള്ള ഈ വീതിയുടെ, അതായത് ഈ ബ്രെഡ്ത്തിൻ്റെ ഈ ലെങ്ത് നോക്കുക. ഇത് കോമ്പസിലെടുക്കുക. അതായത് കോമ്പസ് ഇവിടെ കുത്തുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് കോമ്പസിലെടുക്കുക. ഓക്കെ അല്ലേ? അത് ഇവിടെ കുത്തിക്കൊണ്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്താണ്? ഞാൻ ഈ ലെങ്ത് കോമ്പസിലെടുത്തു, അത് ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അതുപോലെ ഞാൻ ഇവിടെ കുത്തി അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ശ്രദ്ധിച്ചേ, ഞാൻ ഈ അളവ് കോമ്പസിലെടുത്തു, എന്നിട്ട് അത് ഇവിടെ കുത്തി ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ കുത്തി ഇവിടെയും മാർക്ക് ചെയ്തു. സിമ്പിൾ. ഇനി എന്ത് ചെയ്തു? ഇനി ഞാൻ ഈ 6 സെൻറ്റിമീറ്റർ അല്ലേ, ഈ 6 സെൻറ്റിമീറ്റർ ഇത് ഞാൻ കോമ്പസിലെടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഇവിടെ കുത്തി, എന്നിട്ട് ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. ഈ പച്ച കളറിൽ വരച്ചിട്ടുള്ളതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. കേട്ടല്ലോ? ഇതൊന്ന് വരച്ച് നോക്കണം. വരച്ച് നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടിരുന്നാൽ ഇത് കൃത്യമാവില്ല. ഇത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരച്ച് നോക്കുക. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും.